കോവയ്ക്ക തോരൻ ഇങ്ങനെ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൈഡ് ഡിഷാണ്. ഗുണങ്ങളിൽ മുന്നിലായ കോവയ്ക്ക ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ. ഇത് നമ്മുടെ ബേസിക് തോരൻ റെസിപ്പിയാണ്. ഏത് പച്ചക്കറിയും ഇതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. തോരൻ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ നിർബന്ധമാണ്, എന്നാലേ ഈ ടേസ്റ്റ് കിട്ടൂ. നന്നായി ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് ചേർത്ത് പൊട്ടിയ ശേഷം മാത്രം 1 സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്നിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ കറിവേപ്പില ചേർക്കാം. ഇനി വേണ്ടത് കൊച്ചുള്ളിയാണ്. ഏത് തോരനായാലും അതിൻ്റെ ടേസ്റ്റ് മേക്കർ വെളിച്ചെണ്ണയും കൊച്ചുള്ളിയുമാണ്. 12 കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഇത് വഴറ്റി ഉള്ളി സോഫ്റ്റായി തുടങ്ങുമ്പോൾ 100 ഗ്രാം കോവയ്ക്ക ചെറിയ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കാം. കോവയ്ക്കയുടെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയിട്ട് പാത്രം അടച്ച് ചെറുതീയിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ഹാഫ് കുക്കായ കോവയ്ക്കയുടെ നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അരപ്പിനായി 1/4 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ ചെറിയ ജീരകം, 4 വെളുത്തുള്ളി, 2 ഉണക്കമുളകും കൂടെ ചേർത്ത് ഒതുക്കിയെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. തേങ്ങ അരഞ്ഞു പോകാനും പാടില്ല. ഇതിനി അരപ്പ് നടുവിലാക്കി ബാക്കി കോവയ്ക്ക എല്ലാം കൂടെ തട്ടിപ്പൊത്തി ചെറുതീയിലാക്കി വീണ്ടും പാത്രം അടയ്ക്കാം. ഈ സ്റ്റീമിലാണ് കോവയ്ക്ക കുക്കാവേണ്ടത്. നല്ല മണമാണ് ഇതുണ്ടാക്കുമ്പോൾ. ഇത്ര ഉള്ളൂ. അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. തോരൻ്റെ ബേസിക് റെസിപ്പിയാണിത്. ഏത് വെജിറ്റബിളും ഇതുപോലെ ഉണ്ടാക്കാം, നന്നായിരിക്കും.